തീ പിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഫ്രാൻസിസ്കൻ മിഷണറി ഓഫ് ഡിവൈൻ മേഴ്സി എന്ന സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനും അസീസി ഭവൻ പുത്തൻവേലിക്കര എന്ന ധ്യാന കേന്ദ്രത്തിന്റെ സ്ഥാപകനും ഒപ്പം 5ലധികം ജീവകാരുണ്യ സ്ഥാപനങ്ങളും ഇതൊക്കെ സ്ഥാപിക്കുകയും നോക്കി നടത്തുകയും മറ്റനേകം ശുശ്രൂഷകൾക്കായി ദൈവം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ബ്രദർ ജോയ് പുത്തൻവേലിക്കര. കേവലം 22 വയസ്സിൽ വിശുദ്ധനായ ഫ്രാൻസിസ് അസീസിയുടെ ആ പ്രേക്ഷിത ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ചപ്പോൾ ദൈവം ഇന്ന് അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ്. ബ്രദറെ, സ്വാഗതം. ക്ഷമിച്ചായിരിക്കും, ശ്രദ്ധയായിരിക്കട്ടെ. ഇങ്ങനെ ഒരു വേഷം ധരിച്ചുകൊണ്ട് ഒരു ലോഹ പോലെയല്ല, ലോഹ തന്നെ ഒരു ആത്മായൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കുന്നത്. ഇങ്ങനെ ഒരു വേഷത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ ആ സാഹചര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാം. എൻ്റെ പേര് ജോയി എന്നാണ്. എറണാകുളം ജില്ലയിൽ തിരുത്തിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളരുന്നത്. ചെറുപ്പം മുതൽക്ക് ദൈവവിശ്വാസമൊന്നും എനിക്കുണ്ടായിട്ടില്ല. കുടുംബപരമായിട്ട് പറയുന്നത് എൻ്റെ അപ്പൻ വലിയ മദ്യപാനിയായിരുന്നു. ഞങ്ങളാണെങ്കിൽ മദ്യ കച്ചവടവും വ്യാജച്ചാര നിർമ്മാണവും ഒക്കെയാണ്. പിന്നീട് സ്വന്തമായിട്ട് പലചരക്ക് കട ഉണ്ടായിരുന്നു. കൂടുതലുമായിട്ട് ശർക്കര കച്ചവടമാണ്. കാരണം ശർക്കര ആളുകൾക്ക് കൊടുക്കുന്നു, ആളുകൾ ഞങ്ങൾക്ക് ചാരായമാക്കി ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതൽക്ക് മദ്യത്തിലൂടെയും അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങളിലുമൊക്കെ വളർന്ന് വന്ന് ഒരിക്കൽ പോലും ദൈവമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു ബന്ധവും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ രാത്രി കാലങ്ങളിലെല്ലാം അന്തി ഉറങ്ങിയത് ചീന വലമാടങ്ങളിലായിരുന്നു. ഞങ്ങൾക്ക് മീൻപിടുത്തവും ഉണ്ടായിരുന്നു. കാരണം 3-4 ചീനവലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വലമാടത്തിൽ പോയി കിടക്കുക, അതിനോട് തുടർന്നുള്ള തിന്മയായിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്യുക, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക, പണക്കാരനായി മാറുക എന്നൊക്കെയുള്ള ഒരു ചിന്തയായിട്ട് ജീവിതം ആരംഭിച്ചു. പിന്നീട് സ്വന്തമായിട്ടുള്ള സ്ഥലമുണ്ടായി, അതിൽ സ്വന്തം കടയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴുമൊക്കെ പലപ്പോഴും മദ്യപിച്ചു വരുന്ന അപ്പൻ എന്നെ നോക്കി പറയാറുണ്ട്, നീ എൻ്റെ മകനല്ല എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ അപ്പനോട് പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നതുകൊണ്ടാണ് രാത്രിയിൽ വീട്ടിൽ കിടക്കാതെ ചീന വലമാടങ്ങളിൽ പോയി കിടക്കുവാനായിട്ടുള്ള ഒരു ഇടമുണ്ടാകുന്നത്. അങ്ങനെ വീട്ടിൽ നിന്നുള്ള മാതാപിതാക്കളിൽ നിന്നുള്ളതായിട്ടുള്ള ഒന്നും ലഭിക്കാതെ കൂട്ടുകാരുമായിട്ട് ദൂർത്തടിക്കുക, മദ്യപിക്കുക, കള്ളൂറ്റാൻ പോവുക, രാത്രികാലങ്ങളിൽ സിനിമ കാണുക, അന്തി ഉറങ്ങാതെ നേരം വെളുക്കുന്നവരെ മദ്യലഹരിയിൽ നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതം ആരംഭിച്ചു. നാട്ടിലെ ആർക്കും എന്നെ ഇഷ്ടമല്ല എന്നുള്ള തോന്നല്. കാരണം എന്താണ്? നല്ല പ്രവൃത്തികൾ എന്നിലുണ്ടെങ്കിലല്ലേ എന്നെ ജനം ഇഷ്ടപ്പെടുക. നല്ല പ്രവൃത്തികളൊന്നും എന്നിലുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ ഏതെങ്കിലും വെയിലാത്തെ കൂടി കയറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവിടെ വെയിലി കെട്ടിയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വഴി നടത്താൻ പോലും ഉള്ള സ്വഭാവം എന്നിലുണ്ടായില്ല. കാരണം അപ്പൻ്റെതായിട്ടുള്ള മദ്യപിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന വാക്കുകൾ വളരെയേറെ ജീവിതത്തിൽ എന്നെ ദൈവത്തിൽ നിന്ന് പോലും അകറ്റുവാനായിട്ട് ഇടയായിട്ടുണ്ട്. വിദ്യാഭ്യാസമൊക്കെ പഠിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ 6ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും അനുജൻ 8ാം ക്ലാസ്സിലായി. അതോടുകൂടി പഠിക്കാനുള്ള താല്പര്യം, കാരണം ഞാൻ പരീക്ഷ പേപ്പറിൽ ഒന്നും എഴുതാറില്ല. കാരണം സാറ് ചോദിക്കാറുണ്ട്, നിനക്ക് പരീക്ഷ പേപ്പർ തന്നിട്ട് എന്തിനാണെന്ന്. അപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ എഴുതി ആ പേപ്പറിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. കാരണം എല്ലാ ക്ലാസ്സിലും ഞാൻ 2 കൊല്ലമൊക്കെയാണ് ആയേക്കണം. അപ്പം അതുകൊണ്ട് പഠിക്കാനായിട്ടുള്ള യാതൊരു താല്പര്യവും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ വിദ്യാഭ്യാസത്തോട് ഞാൻ വിട പറയേണ്ടി വന്നു. എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പഠിക്കാൻ പോണേക്കാൾ നല്ലത് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ കുടുംബത്തിലൊരു ആശ്വാസമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പഠിപ്പ് നിർത്താൻ വേണ്ടി അമ്മ പറയുന്നതൊക്കെ പിന്നെ കേട്ട് പഠിപ്പ് നിന്ന് കഴിഞ്ഞ് ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ ജീവിതത്തിലേക്ക് ഭയങ്കരമായ
വ്യത്യാസം വന്നത് കൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള രീതിയിലും പഠിക്കാനായിട്ടുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായില്ല. അതിനുള്ള സാമ്പത്തിക ശേഷി അന്ന് കുടുംബത്തിനും ഉണ്ടായിരുന്നില്ല കുറെയൊക്കെ. പിന്നെ എങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരു ദൈവാനുഭവത്തിലേക്കൊക്കെ വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? അവിടെ 1980 ഒരു പോപ്പുലർ മിഷൻ നടക്കുവാനായിട്ട് ഇടയായി. ആ ധ്യാനത്തിന്റെ സമയത്തെല്ലാം ആളുകളെല്ലാം പോകുമ്പോൾ ഞാനും പോകുമായിരുന്നു. ധ്യാനിക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശത്തിലല്ല, അങ്ങനെ അവിടെയെങ്കിലും ചെല്ലുമ്പോൾ 2 പെൺകുട്ടികളെ കാണാമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ചെല്ലുന്നത്. ധ്യാനം കഴിഞ്ഞ് പോരുമ്പോൾ അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞു പോരുക, അങ്ങനെയൊക്കെയുള്ള പതിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ജനങ്ങൾക്കും ആ പോപ്പുലർ മിഷൻ ധ്യാനത്തോടു കൂടി ഭയങ്കരമായ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു മാറ്റവും ഉണ്ടായില്ല. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, നീ ഈ ധ്യാനം കൂടിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. നീയും അപ്പനെ പോലെ തന്നെ തുടരാനാണ് വിചാരിക്കണേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു വിഷമം തോന്നിയെങ്കിലും ഞാൻ ചിന്തിക്കുമായിരുന്നു, ഞാനൊരാള് മാത്രം നന്നായിട്ട് എന്താ കാര്യം? ആദ്യം എൻ്റെ അപ്പൻ നന്നാകട്ടെ, അതിനുശേഷം ഞാൻ നന്നാകുക എന്നുള്ള ഒരു ചിന്ത എന്നിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഇടവകയിൽ ഒരു പ്രാർത്ഥന തുടങ്ങുകയാണ്. ഞങ്ങളുടെ വീടിന് ചുറ്റും പുഴയായതുകൊണ്ട് പുഴ കടന്ന ഒരു സ്കൂൾ അധ്യാപകൻ പ്രാർത്ഥന യോഗം നയിക്കാൻ വരുമ്പോൾ ഞാൻ മഴ കൊണ്ട് ഒരു സ്കൂളിന്റെ വരാതെ നിൽക്കുമ്പോൾ ഈ സാറ് എന്നോട് ചോദിക്കുന്നുണ്ട്, സഹോദര നീ പോരുന്നോ എന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ സഹോദര എന്ന് വിളിക്കുന്നത്. അപ്പം പോലും വിളിക്കുന്നത് 2 തെറി കൂട്ടിയാണ് എന്നെ വിളിക്കാറ്. അപ്പൊ എനിക്ക് ഇയാൾ സഹോദര എന്നുള്ള വിളി എന്നെ വളരെ സ്വാധീനിച്ചു. ഞാൻ ആ സാറിന്റെ കൊടയിൽ ചൂടി പോവുകയാണ്. കുറച്ചെത്തിയപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഇവിടെ ഒരു പ്രാർത്ഥനാ യോഗമുണ്ട്, അതിൽ പങ്കെടുക്കാമോ? ഞാൻ ചോദിച്ചു, സാറേ പെട്ടെന്ന് തന്നെ ഞാൻ ശോഭിക്കാൻ തുടങ്ങി. സാറിന് നാണമാകണില്ലേ? പണ്ടൊരു മനുഷ്യനെ കുരിശിൽ തറച്ചെന്നും പറഞ്ഞ് ഇന്നും അയാളുടെ പേര് പറയാൻ സാറിന് നാണമാകണില്ലേ? അതിനേക്കാൾ നല്ലതൊരു ഭാരവണ്ടി കയറ്റം കയറുമ്പോൾ തള്ളിക്കൊടുക്ക്, അതാണ് ഏറ്റവും നല്ലത്. ഇല്ല സഹോദര, അങ്ങ് വന്ന് നോക്കൂ, അങ്ങേക്ക് അനുഭവം ഉണ്ടാകും. അപ്പൊ ഞാൻ പ്രാർത്ഥനയോഗങ്ങളെ അന്നത്തെ കാലത്ത് കുറിച്ച് കേട്ടിട്ടുണ്ട്. പ്രാർത്ഥനയോഗത്തിൽ പോയാൽ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ഒരുമിച്ചിരിക്കാമെന്നും നൃത്തം ചെയ്യാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് ചെല്ലുകയാണ്. ഒരു വീട്ടിൽ വെച്ച് നടക്കുന്ന 10-50ഓളം പേര് പങ്കെടുക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പായിരുന്നെങ്കിലും നിറയെ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്കതിനകത്ത് കയറിയിരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തിരിക്കാൻ തുടങ്ങി. അപ്പോൾ സാറ് അകത്തിരുന്ന് വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വാതിക്കലിരിക്കുകയാണ്. കാരണം ഞാൻ അകത്തേക്ക് കയറിയാൽ ഇരിക്കുന്ന ഈ പെൺകുട്ടികളെല്ലാം എഴുന്നേറ്റ് പോകുമെന്ന് എനിക്കറിയാം. അപ്പോൾ സാറ് പറഞ്ഞു, ഇങ്ങോട്ട് കയറിയിരിക്ക് ചെയ്യുന്നവർ. അങ്ങനെ ഞാൻ കയറി ഇരിക്കുമ്പോൾ എനിക്കെതിരെ കർത്താവ് ശക്തമായ കാറ്റും മഴയും അഴിച്ചു. എൻ്റെ ദേഹത്ത് മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുവാൻ തുടങ്ങി. വാതിക്കലിരിക്കുന്ന പെൺകുട്ടി എന്നോട് പറഞ്ഞു, അടുത്തിരിക്കും സഹോദര എന്ന്. ഞാൻ കിട്ടിയ സമയം പാഴാക്കാതെ എത്രയും വേഗം അവളുടെ അടുത്തേക്ക് ഇരിക്കാൻ തുടങ്ങി. അവൾ എന്നോട് അടുത്തിരിക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി മഴ കൊള്ളാതെ കയറി ഇരിക്കാനാണ്. അതെൻ്റെ പുസ്തകത്തിലില്ല. എൻ്റെ മനസ്സുകളിൽ ഇവിടെ കല്യാണം കഴിക്കണമെന്നുള്ള ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. വീണ്ടും ശക്തമായ മഴ. വീണ്ടും അവൾ പറഞ്ഞു, ഇങ്ങോട്ട് അടുത്തിരിക്കുക സഹോദര. ഞാൻ എത്രയും വേഗം അവളുടെ ദേഹത്ത് ചാരിയിരിക്കുവാനായിട്ട് തുടങ്ങി. സാറാണെങ്കിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുന്നത് ആരെങ്കിലും ഇത് കാണണുണ്ടായെന്നതാണ്. ഞാനും കണ്ണടക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിൽ മുഴുവൻ ഇവിടെ കല്യാണം കഴിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ആ നിമിഷങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയം ഈശോ കാണുന്നു. അപ്പോഴും എടാ ഞാൻ മുട്ടിയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ സാറിനാണെങ്കിൽ കോങ്കണ്ടുണ്ട്, എന്നെ നോക്കണത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ്, 12 വർഷം രക്തസ്രാവം പിടിക്കപ്പെട്ടവള് കർത്താവിന്റെ വസ്ത്രാന്ത്യത്തിൽ വന്ന് തൊട്ടു. ഈശോ ചോദിച്ചു, എന്നെ ആരാണ് തൊട്ടത് എന്നതുപോലെ ഈ സമൂഹത്തിലിരിക്കുന്ന ഓരോ വ്യക്തികളും ആരെയാണ് തൊട്ടിരിക്കുന്നതെന്ന് കർത്താവ് കാണുന്നു. അപ്പൊ ഞാനിത് മുട്ടിയത് കൊണ്ടാണ് നീ ഇത് പറയണത്. നീ അടുത്തിരിക്കാൻ പറഞ്ഞു, ഞാൻ അടുത്തിരുന്നു. ഇപ്പൊ പറയണത് ഇത് മുഴുവൻ കർത്താവ് കാണുന്നുണ്ട്. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എല്ലാ അമ്മമാരും ജോയ്ക്ക് പ്രാർത്ഥന യോഗത്തിന്റെ അനുഭവം പറയാമോ? ഞാൻ പറഞ്ഞു, നെഞ്ചിടിക്കണ അനുഭവം ഉണ്ടായിരുന്നു, അല്ലാതെ എനിക്കൊരു അനുഭവം ഉണ്ടായില്ല. ജോയി ശരിക്കും ആ സമയത്ത് ഒരു
ചെറിയ സൈക്കോ ആയിരുന്നെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? സൈക്കോ. ഈ ഒരു പെണ്ണിനെ ആദ്യമായിട്ട് കാണുന്നു, അവള് മഴ നനയാതിരിക്കാതിരിക്കാൻ വേണ്ടിട്ടാ കയറി ഇരുന്നോളാൻ പറഞ്ഞത്. ഉം. അപ്പൊ തന്നെ അവളെ കല്യാണം കഴിക്കണം എന്നുള്ള കല്യാണം തോന്നൽ എന്റെ മനസ്സിൽ അങ്ങനത്തെ ചിന്ത ചെറുപ്പം മുതലൊക്കെ ഉം. പഠിച്ചിരിക്കുന്നത്. കാരണം ഒരു പെൺകുട്ടികളും എന്നോട് സ്നേഹിക്കാനായിട്ട് വരാറില്ല. കാരണം എന്റെ വായിന്ന് എപ്പോഴും തെറി മാത്രമേ പറയുമായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് ഇവള് കയറി അങ്ങനെയുള്ളപ്പോഴാണ് ഇവിടെ. അപ്പോഴാണ് ചോദിക്കണത്, അടുത്ത വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, പോരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനില്ല. അപ്പൊ ഭയങ്കരമായ മഴ. അപ്പൊ അവള് പറഞ്ഞു കയറ് സഹോദരാന്ന് പറഞ്ഞു. ഞാൻ എത്രയും വേഗം ആ കൊടയിൽ കയറി. എന്നോട് ചോദിച്ചു ധ്യാനം കൂടിയിട്ടുണ്ടോ? പിന്നെ ഇതുപോലത്തെ ധ്യാനം ഞാൻ ഒരുപാട് കൂടിയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ സാറ് എന്നോട് ചോദിക്കുകയാണ്, നിനക്കുണ്ടായ അനുഭവം പറ. അപ്പോഴാണ് ഞാൻ പറയണത് നെഞ്ചിടിക്കുന്ന അനുഭവം. അപ്പൊ സാറ് എന്നോട് പറഞ്ഞു, ജോയി ഇന്ന് രാത്രി നീ വീട്ടിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ ചോദിച്ചു, സാറേ ഈ ദൈവം എന്ന് പറയുന്ന ആള് ആരാണ്? ജോയി നീ വേറൊന്നും ചെയ്യണ്ട, ബൈബിൾ എടുക്കുക, ബൈബിൾ എടുത്ത് നീ കണ്ണടച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പനെയും അമ്മയും കാണാതെ എൻ്റെ മുറിയിൽ കൊണ്ടുപോയി ബൈബിളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ വീഡിയോക്കാരും കുടിഞ്ഞു പോട്ടെ, എല്ലാവരുടെയും ചാരായം പിടിച്ചു പോട്ടെ, എൻ്റെ മാത്രം പിടിക്കാണ്ട് എത്തട്ടെ. അങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയതാണ് അപ്പോസ്തല പുസ്തകത്തിലെ 9-ാം അധ്യായത്തിലെ 4-ാം വാക്യം. സാവുൾ സാവുൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? നീ പീഡിപ്പിക്കുന്ന നസറേനായ യേശുവാകുന്നു ഞാൻ. ഈ തിരുവചന ഭാഗം വായിച്ച് പിന്നീട് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അസ്വസ്ഥനാകാൻ തുടങ്ങി. ക്രിസ്ത്യാനികളെ പിടിച്ച് തടങ്കലിലാക്കുവാൻ വേണ്ടി അധികാരപത്രമായി ഡമാസ്കസിലേക്ക് യാത്ര ചെയ്യുന്ന സാവൂളിനെ ദൈവം തള്ളി താഴെയിടുന്നു. ഈ പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി, ജീവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ജീവൻ കൊടുത്തവൻ ആ ദൈവമാണ് ഇങ്ങനെ ചോദിക്കുന്നത്, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ഒരു കാര്യം മനസ്സിലായി, ശിക്ഷിക്കുന്ന ദൈവമല്ല, രക്ഷിക്കുന്ന ദൈവമാണ്. ഞാൻ സാറിൻ്റെ അടുക്കലേക്ക് ചെന്നു. സാറേ, ഇന്നലത്തെ അനുഭവങ്ങൾ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഈ രാത്രി മുഴുവനും ഈ ചിന്തയായിരുന്നു. എനിക്കൊരു ധ്യാനം കൂടണം, എനിക്കൊരു നല്ല മനുഷ്യനായി ഒരു നല്ല ജീവിതം നയിക്കണം. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നത് ഇവൻ നന്നാകില്ല എന്നതൊക്കെയാണ്. അങ്ങനെ സാറ് എന്നെ കടത്തിരത്തിലുള്ള SVD ധ്യാന കേന്ദ്രത്തിൽ എന്നെ കൊണ്ടുപോകുവാനായിട്ട് ഇടയായി. ഞാൻ അവിടെ പോയി ധ്യാനം കൂടി. പോകുമ്പോഴും എൻ്റെ കയ്യിൽ വീഡിയോയും സുഹൃത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനത് അവിടെ പോണേക്കാട്ടും അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പട്ടണാന്യച്ഛൻ്റെ പ്രസംഗം എന്നെ സ്പർശിക്കുവാൻ തുടങ്ങി. കാരണം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് തെറ്റുകളിൽ നിന്നെല്ലാം പിന്തിരിയണം. എന്നോട് അച്ഛൻ ചോദിച്ചു, ജോയിക്ക് ആരോടെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, എനിക്കൊരു പെണ്ണിനോടുണ്ടായിരുന്നു, അവൾക്ക് ജോയിയോടുണ്ടായിരുന്നു. എന്നോട് അവൾക്കുണ്ടായില്ല, എനിക്ക് അവളോടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ചോദിച്ചു, ജോയി നിന്റെ പെങ്ങാമാരെ ആരെങ്കിലും കളിയാക്കിയാൽ നീ സമ്മതിക്കുമെന്ന് ചോദിച്ചു. അവന്റെ പണിക്കുറ്റ അപ്പൊ തന്നെ ഞാൻ തീർക്കും. അപ്പൊ ഈ പെൺകുട്ടിയെ ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ ജോയി ശല്യപ്പെടുത്തുന്നത് ശരിയാണോ? അത് ശരിയല്ല. അതുകൊണ്ട് ജോയി പോയി ആ പെൺകുട്ടിയോട് പോയി മാപ്പ് പറയണം എന്ന് അച്ഛൻ ആവശ്യപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛൻ ഞാൻ തന്നെ പോകണമെന്നോ? അങ്ങനെ ഞാൻ മാപ്പ് പറയുവാനായിട്ട് ഇടയായി. കാരണം അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഞാൻ എന്നും ചെല്ലുമായിരുന്നു. ചെന്ന് കഴിഞ്ഞ ഒരു ദിവസം അവള് കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആരുമില്ല. ഞാനൊരു സൈക്കിളുമായിട്ടാണ് ചെന്നേക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞു, നീ സൈക്കിളുമ്പോൾ കയറാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, പോയി വല്ല ജോലിയോ കട ഊളെ, നിന്റെ സൈക്കിളുമ്പോഴാണ് ഞാൻ കയറേണ്ടത് എന്ന് പറയും. പിന്നെ ഞാൻ നിന്നെ കൊല്ലും, നിന്റെ അപ്പനെ കൊല്ലും, നിന്നെ ഞാൻ കുത്തിക്കൊല്ലും, ഞാൻ ജയിലിൽ പോകോളി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ നടക്കുമ്പോ ഏത് പ്രായം ആ സമയത്ത്? അന്നേരത്തെ എനിക്ക് 22 വയസ്സ് ആയിട്ടുണ്ട്. അങ്ങനെ ആശുപത്രിയിലെ കന്യാസ്ത്രീയോട് ചെന്ന് അവള് പറഞ്ഞു, ഞാൻ ഇനി ജോലിക്ക് വരുന്നില്ല. ആ ജോയിയുടെ പീഡനം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നായിരുന്നെങ്കിൽ പീഡന കേസിൽ അകത്ത് പോയാനെ. അന്ന് ഇതൊന്നുമില്ല. അപ്പോൾ ജോയിയുടെ ശല്യം കൊണ്ട് അപ്പൊ ആ കന്യാസ്ത്രീയമ്മ എന്നോട് പറഞ്ഞു, നീ ജോയി വന്നതൊന്ന് പറഞ്ഞാ മതിയടി, വരുമ്പോ ഞാൻ ജോയിയെ ശരിയാക്കിക്കൊള്ളാം. അങ്ങനെ ഞാൻ അല്പം മദ്യപിച്ച് നല്ല കുടിച്ച് പറ്റായിട്ട് ആശുപത്രിയിൽ ഞാൻ ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുമ്പോൾ കന്യാസ്ത്രീയമ്മ സിറിഞ്ചിൽ മരുന്ന് നിർത്തുകൊണ്ട് ഇങ്ങനെ ചീറ്റിച്ചിട്ട് പറയുന്നത്, നീ അങ്ങോട്ട് വാടാ, ഇന്ന് നിന്നെ സൂചി കയറ്റിയിട്ടുള്ള കാര്യം എന്നുള്ള മട്ടിലാണ് ഈ സിറിഞ്ചിൽ നിന്ന് മരുന്ന് ചീറ്റിക്കുക എന്നെ നോക്കിക്കൊണ്ട്. എന്നോട് ചോദിച്ചു, നീ എവിടെ നോക്കി നടക്കേണ്ട? അതിപ്പോ നിന്നോട് പറയണോടി, നോക്കണ സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഞാൻ നോക്കോടി. ആ കന്യാസ്ത്രീയമ്മ പോയ വഴിക്ക്
പോയി. കാരണം എന്താണ്, ഞങ്ങളുടെ പേരിൽ ആരും പരാതിപ്പെടാറില്ല. കാരണം ഞങ്ങള് ഈ വ്യാജചാരായത്തിന്റെ നിർമ്മാണം ഉള്ളത് കൊണ്ട് എപ്പോഴും പോലീസ് സ്റ്റേഷനും ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിയുന്നത് ആണല്ലോ. അപ്പൊ ഞങ്ങളുടെ പേരിൽ ആരും അങ്ങനെ കേസൊന്നും കൊടുക്കാറില്ല. അതിന് ധ്യാനം കഴിയുമ്പോഴാണ് അച്ഛൻ പറയുന്നത്, ജോയി നീ ആ ഈ പെങ്കൊച്ചിനോടാണ് പോയി ക്ഷമ പറയാൻ ക്ഷമ പോയത്. പറയാൻ പറയുമ്പോ ആദ്യം പിന്നെ ഈ കന്യാസ്ത്രീയമ്മനോടും പറയണമല്ലോ ഞാൻ. ഉവ്വ. അത് ആദ്യം തന്നെ കന്യാസ്ത്രീയമ്മയോട് ക്ഷമാപണം പറയാൻ വേണ്ടി പോവുകയാണ്. വീട്ടിൽ കൊണ്ടുവന്ന് ബൈബിളൊക്കെ വെച്ച് ഞാൻ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കന്യാസ്ത്രീയമ്മ വലിയ കാട്ട കത്രയും കൊണ്ട് ഇങ്ങനെ മൈലാഞ്ചിക്കൊമ്പ് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വളരെ അകലെ നിന്ന് കണ്ട മാത്രയിൽ ഞാൻ പറഞ്ഞു പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ് എന്ന് പറയല്ല. കന്യാസ്ത്രീയമ്മ കത്രിയും വെച്ചുകൊണ്ട് ഒരു ഒറ്റ ഓട്ടമാണ്. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഓടല്ലേ, ഞാൻ പറഞ്ഞത് പ്രൈസ് ദ ലോർഡ് എന്നാണ്. വാടാ, നിന്റെ ലോഡാണ് സഹിക്കാൻ പറ്റാത്തത്. സിസ്റ്ററെ ഞാൻ ധ്യാനം കൂടി. നീയാ ധ്യാനം എവിടെ പോയി കൂടി? ഞാൻ കടത്തിരുത്തി പോയി ധ്യാനം കൂടി. വികാരിച്ചൻ പറഞ്ഞിട്ട് കാശ് മുടക്കി എന്നെ കടത്തിരുത്തില് ധ്യാനത്തിന് എന്നെ അഴിച്ചു. ഞാൻ ധ്യാനം കൂടി സിസ്റ്ററെ. നീ ധ്യാനം കൂടിയെങ്കിൽ ഇവിടെ വന്ന് നിന്നൊരു പാട്ട് പാടണം. എവിടെ? ആ പ്രസവാറിന്റെ അവിടെ. ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഞാൻ എവിടെ വേണമെങ്കിലും നിന്നും ഞാൻ പാടാം. ഞാൻ അങ്ങനെ പാടി. ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തിയിടുന്നു, എൻ സഹായം എവിടെ നിന്ന് വരും? ആകാശം ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ എന്നുള്ള പാട്ട്. ഞാൻ നോക്കുമ്പോൾ എല്ലാ സ്ത്രീകളും ഒരേ കൊച്ചുങ്ങളുമായിട്ട് എൻ്റെ വന്ന് നിൽക്കുകയാണ്. ഇനി പാടുമെന്ന് വെച്ചു. ഇനിയും പാടാം. അങ്ങനെ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ എന്നോട് ക്ഷമിക്കണം. പറയേണ്ടി വന്നില്ല, അല്ലാതെ തന്നെ സിസ്റ്ററിന്റെ ഒരു കൂട്ടുകാരനായി ഞാൻ മാറി. പിന്നീട് ഞാൻ എല്ലാ ഇടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും പോയി എല്ലാവരോടും ക്ഷമാപണം പറയുവാനും ഒക്കെ തുടങ്ങി. പിന്നീട് പള്ളിയിൽ മായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. ഒരു ദിവസം ഞാൻ തിരുത്തിപ്പുറം പള്ളിയിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വികാരിച്ചൻ എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കപ്പ്യാരോട് പറഞ്ഞു ആ പയ്യനോട് ഒന്ന് ഇവിടത്തോളം വരാൻ പറഞ്ഞു. അപ്പൊ എനിക്കാകെ ഭയമായി. കാരണം ഞാൻ പള്ളിയിലൊന്നും പോയിട്ടില്ല. വീടിന്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് പള്ളി. ഞങ്ങളാണെങ്കിൽ ഈ ചാരയത്തിന് ബിസിനസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ചെല്ലാറുമില്ല. അച്ഛൻ എന്നോട് ചോദിച്ചു നീ എവിടുത്തുകാരനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറുമ്പത്തിരുത്തുകാരനാണ്. നീ ഇത്രയും കാലം എന്തായിരുന്നു? ഞാൻ ചാരയത്തിന്റെ ബിസിനസ് ഒക്കെ. നീ പള്ളിയിൽ കണ്ടില്ല? ഇല്ല, ഞാനൊരു ധ്യാനം കൂടി അച്ഛാ. ധ്യാനം കൂടിയാ നീ? എന്നിട്ട് നിനക്ക് മാറ്റം വന്നു? ആ ഇല്ല, ഞാനിപ്പോ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ വരുന്നുണ്ട്, പിന്നെ സെമിത്തേരിയിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ അച്ഛൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം. ഇന്ന് ഒരു കുടുംബ സമ്മേളനം നടക്കുന്നുണ്ട്. ആ കുടുംബ സമ്മേളനത്തിൽ അയൽവക്കക്കാരും ഒക്കെ ആളുകളൊക്കെ ഒച്ചമേളമൊക്കെ നടക്കുകയാണ് അന്ന്. അതുകൊണ്ട് നീ ഒരു കുടുംബ സമ്മേളനം നടക്കും. ഈ കുടുംബ സമ്മേളനത്തിൽ വന്ന് നിന്റെ ആ പഴയകാല സ്വഭാവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ആദ്യമായിട്ട് ഒരു കുടുംബ യൂണിറ്റിൽ 100 പേര് പങ്കെടുക്കുന്ന ആ സമ്മേളനത്തിൽ ഞാൻ എൻ്റെ ജീവിതകഥ വിവരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത കുടുംബ യൂണിറ്റിലേക്ക് ചെന്നപ്പോൾ അച്ഛനെ ഒരാൾ വന്ന് വിളിച്ചുകൊണ്ടുപോയി. എന്നോട് പറഞ്ഞു ജോയി നീ പ്രസംഗിക്കുന്നു പറഞ്ഞു. ഞാനാ? എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ഒന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ പ്രസംഗിക്കാൻ തുടങ്ങി. മാനസാന്തരപ്പെടണം, അപ്പനെ തല്ലരുത്, അമ്മനെ തല്ലരുത്. ആൾക്കാർ പറഞ്ഞു അച്ഛാ ഇത്രയും നല്ലൊരു പ്രസംഗം ഞങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എനിക്ക് ഞാൻ എന്താണ് പറഞ്ഞത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പിന്നീട് അതേ തുടർന്ന് അച്ഛൻ പിന്നെ എന്നെ ഇടവകയിലൊക്കെ കുടുംബങ്ങളിലൊക്കെ പോയി പ്രാർത്ഥന നടത്തുവാനായിട്ട്, അതുവഴി ബൈബിൾ വായിക്കുവാനും ബൈബിൾ പഠിക്കാനൊക്കെ തുടങ്ങി. എഴുത്തും വായനയൊക്കെ അറിയാമായിരുന്നു? എഴുതാനായിട്ടുള്ള വൈകല്യം എനിക്കുണ്ട്. കാരണം കച്ചവടമൊക്കെ വിറ്റുമ്പോ കണക്കൊക്കെ എഴുതാൻ കണക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കർത്താവിന്റെ വചനങ്ങൾ പല പ്രാവശ്യങ്ങൾ ഇങ്ങനെ ഓരോ പ്രാർത്ഥനയിലും വായിക്കുമല്ല. വായിച്ച് അങ്ങനെ പിന്നീട് അങ്ങനെ 1983 വന്നപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ എന്നോട് പലരൊക്കെ ചോദിക്കും ജോയി നിന്റെ അടുത്ത ജീവിതം എന്താണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഞാൻ പറയും ഞാൻ ഇനി ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ സാധിക്കും നിനക്ക്? നിനക്ക് അതിനുള്ള പഠിപ്പില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടുകാരൊക്കെ പിന്നെ ഞാനിങ്ങനെ പാവപ്പെട്ട വീട്ടുകളൊക്കെ പോയി ഓല വെച്ച് കെട്ടി കൊടുക്കുവാനും പണിത് കൊടുക്കുവാനും പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അതൊന്നും വീട്ടുകാർക്ക് വലിയ സംതൃപ്തി ഉണ്ടായിരുന്നില്ല. അപ്പൊ വീട്ടുകാർക്ക് അതിൽ നിന്നൊന്നും വരുമാനമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഞാൻ എല്ലാം ഉപേക്ഷിച്ചല്ല. ഞാൻ മരപ്പണി പഠിക്കാൻ പോയി. അതിൽ നിന്ന് കിട്ടുന്ന കാശ് പാവങ്ങൾക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഇത് വീട്ടുകാരറിയും. വീട്ടിൽ വൈകുന്നേരവും ആഹാരം കഴിക്കാൻ ചെല്ലും. അപ്പോൾ വീട്ടുകാരിൽ നിന്ന് നല്ല ചില സ്നേഹപൂർവ്വം വേറൊന്നും ഉണ്ടായിട്ടല്ല,
അവൻ മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെയൊക്കെയുള്ള ഇത്രയും കാലം ഇവനിങ്ങനെ ആഡംബരപ്രിയനായിട്ടൊക്കെ ജീവിച്ചവനല്ലേ, എല്ലാ രീതികളിലൊക്കെ ജീവിച്ചവനല്ലേ, ഇപ്പൊ കണ്ടില്ലേ അവനെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോകാൻ തീരുമാനിച്ചു. നമ്മുടെ ഈ പുതിയ ജീവിതത്തിന് വീട്ടിൽ നിന്ന് ഒരു വലിയ പ്രോത്സാഹനം ഒന്നും കിട്ടിയില്ല ചുരുക്കത്തിൽ. ദൈവത്തോടുള്ള എതിർപ്പല്ല, ഉം. എൻ്റെ ആ പഴയ അവസ്ഥ, അവരെല്ലാവരും ചാരയും പറ്റി കാശുണ്ടാക്കണ്, എനിക്കിതൊന്നുമില്ല, ഒന്നുമില്ലാത്തവനായി ജീവിക്കുന്നുണ്ട്. അപ്പൊ വീട്ടുകാർക്ക് വലിയ താല്പര്യക്കേട് തോന്നി. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കോട്ടുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഒരു അമ്മ എന്നെ താമസിക്കാനൊക്കെ, അതെന്റെ പ്രാർത്ഥനയും എൻ്റെ പള്ളിപ്പോക്കും ഒക്കെ എല്ലാവർക്കും എന്നെ വളരെ ഒരു ചെറുപ്പം പയ്യൻ താടിയൊക്കെ വളർത്തി ഇങ്ങനെ നടക്കണമെങ്കിൽ നല്ല വചനങ്ങൾ മാത്രമേ പങ്കുവെക്കാറില്ല. അങ്ങനെ കണ്ടപ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നു പറയും. അങ്ങനെ 10-30 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മ പറയുകയാണ്, ജോയി നീ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എൻ്റെ വീട്ടിൽ ഇപ്പം ആരുമില്ലാത്തത് കൊണ്ട് നിനക്ക് ഇവിടെ ജീവിക്കാം, ഒരു ജീവിതത്തിനൊരു അടിസ്ഥാനം വേണം, അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു ആശ്രമത്തിൽ കൊണ്ടുപോയി ആക്കാം. അപ്പൊ എനിക്ക് കപ്പുച്ചിൻ ആശ്രമത്തിൽ പോകാനുള്ള ചിന്ത വന്നു. അങ്ങനെ ഈ അമ്മ പറയുക, ഞാൻ കാണിച്ചു തരാം, നീ അവിടെ ചെന്ന് പറഞ്ഞ മതി എന്ന് പറയും. കപ്പുച്ചിൻ ആശ്രമത്തിൽ ചേരാൻ ചെല്ലുമ്പോൾ ഞാനൊരു മണി അടിക്കും. അവിടെ ഒരു പകുതി വാതിലുണ്ട്. മണി അടിക്കുമ്പോൾ ആരും വരുന്നില്ല. രണ്ടാമത്തെ മണി അടിക്കും, ആരും വരുന്നില്ല. അപ്പൊ ഞാൻ പതുക്കിന് ആളെ കാണാണ്ടായപ്പോൾ അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു, എന്തിനാണ് ഈ മണി കെട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മണി കെട്ടിയിരിക്കാതെ, എന്നോട് പറഞ്ഞു മണി കൊട്ടെ. എനിക്ക് അന്നത്തെ കാലത്ത് ഈ മണി എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഈ മണിയെ കെട്ടുമ്പോൾ ആള് വരുമെന്ന് കാണാണ്ടായപ്പോ, നിനക്ക് മാനസികമാണ്, നീ പുറത്തോട്ട് പോകാൻ പറഞ്ഞു. ഇല്ല അച്ഛാ, ഞാൻ ഈ നിങ്ങളുടെ സഭയിൽ ചേരാൻ വന്നേക്കുന്നു. വീണ്ടും ഞാൻ അസ്യസി പുണ്യാളിന്റെ മുമ്പിൽ പോയി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും അച്ഛൻ പറയും, നീ പള്ളിക്ക് പുറത്തു പോകണം, എനിക്ക് പള്ളി പൂട്ടിയിട്ട് വേണം പോകാൻ. ഞാൻ പുറത്തു നിന്ന് കുറച്ച് പൈപ്പുകളൊക്കെ കുടിച്ചിട്ട് അസിസി പുണ്യാളിനോട് പറയാണ്, പുണ്യാള എനിക്കിവിടെ ആരും സപ്പോർട്ടൊന്നുമില്ല, എന്നെ റെക്കമെൻഡേഷൻ ചെയ്യാൻ ആരുമില്ല, എനിക്കൊരു വിദ്യാഭ്യാസവും ഇല്ല, എനിക്ക് ഈ സഭയിൽ അംഗമാകണം. അങ്ങനെ വരുമ്പോൾ ഞാൻ അങ്ങനെ തിരുത്തിപ്പുറം പള്ളിയിൽ 1983 ഒക്ടോബർ 3-ാം തീയതി അസിസി പുണ്യാളിന്റെ പെരുന്നാളിന്റെ തലേ ദിവസം ഞാൻ വിചാരിച്ചുകൊണ്ട് പറഞ്ഞു, വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്നൊക്കെ പുറത്തു പോയി കയറുന്ന 1 മാസമായി. അപ്പൊ ഒരാളെന്നോട് പറഞ്ഞു, ജോയി ഏതൊരു ജീവിതത്തിന് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഒരു വീട് പണിയെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഇതുപോലെ നീ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എത്ര കാലം ഇങ്ങനെ ജീവിക്കും, അതുകൊണ്ട് നീ ഒരു വീടുമായി സഹകരിക്കാൻ അച്ഛനോട് പറഞ്ഞ് കുമ്പസാരിച്ചു കഴിയുമ്പോൾ കേൾക്കുന്ന ഫ്രാൻസിസ് അസിസിയുടെ ജീവചരിത്രം, അസിസിയെ മാതാപിതാക്കള് പുറത്താക്കുന്നതും എന്നെ മുട്ടുകുത്തി ഫ്രാൻസിസ് അസിസി പറയുന്നുണ്ട്, അവനിട്ടിരിക്കുന്ന ഡ്രസ്സും എൻ്റെതാണെന്ന് പറയുമ്പോൾ അത് ഊരി കൊടുത്തിട്ട് അസിസി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനി എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് എനിക്ക് വിളിക്കാമല്ലോ. ആ വാക്ക് വളരെ ജീവിതത്തിൽ എന്നെ സ്വാധീനിക്കുകയാണ്. കാരണം എന്താ, എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്നിലുള്ള ഭൗതിക നേട്ടങ്ങളുടെ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ് അവർക്ക് എന്നോട് താല്പര്യം. അതുകൊണ്ട് ഞാനിതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ഇന്നിപ്പുള്ള സിസ്റ്റർമാരിൽ പലവരും എന്നോട് വന്ന് ചോദിച്ചു, ജോയി എന്താകാൻ തീരുമാനിച്ചു? ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ജോയിയുടെ കൂടെ ഞങ്ങളും വരാം. ഞാൻ പറഞ്ഞു, നിങ്ങള് പെൺകുട്ടികളാണ്, നിങ്ങൾ എൻ്റെ കൂടെ വരാന്ന് പറഞ്ഞാൽ ഈ ലോകം അനുവദിക്കില്ല, ഞാൻ ഏതെങ്കിലും തെരുവുകളിലായിരിക്കും കിടക്കുന്നത്, ജോയി കിടക്കുന്ന തെരുവുകളിൽ ഞങ്ങൾ കിടക്ക എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ജോയിയുടെ കൂടെ വരെയാണ്. ഞാൻ പറഞ്ഞു, എത്ര പെൺകുട്ടികൾ? അന്നേരത്തെ 6 പെൺകുട്ടികളാണ് ഇറങ്ങുന്നത്. അവർക്ക് എത്ര പ്രായമുണ്ട് ആ സമയത്ത്? 24 വയസ്സ്, 25 വയസ്സ് പ്രായം, 26 വയസ്സൊക്കെ പ്രായം. എന്റെ ഇത്രമാത്രം ഒരു താല്പര്യം ഇങ്ങനെ ഒരു ജീവിതത്തോട്, എന്റെ ബന്ധങ്ങളെല്ലാം വിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം. എന്റെ അന്നത്തെ കാലത്തെ ജീവിതവും ജീവിത സാഹചര്യവും ഒക്കെ അവർക്ക് വളരെയേറെ സ്വാധീനിക്കുകയാണ്. ഒരു സിസ്റ്ററിനെ തന്നെ അവരുടെ 4 ആങ്ങളമാര് ഗൾഫിലെ ജോലി ചെയ്യുന്ന സമയത്താണ് അവര് പോരുന്നത്. അതുപോലെ വേറൊരു സിസ്റ്റർ, അവർക്ക് ഒരേ ഒരു മകളുള്ളു. അവര് പറയണം, കാരണന്മാരോട് പോയി പറയും, ഇനി ഞങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ജീവിതം മാത്രമേ ജീവിക്കുകയുള്ളൂ. അപ്പൊ ഇത് ഇടവക പള്ളിയിലെ വികാരിച്ചിനോട് ചെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, നിങ്ങൾ ചെയ്യാൻ പോണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എഴുതി തട്ടെന്ന് പറയണം. അങ്ങനെ എഴുതേണ് അൾത്താരയിൽ കൊണ്ടുവച്ചിരുന്ന് എഴുതിയിട്ട് ഞങ്ങൾ ഇന്ന പ്രവൃത്തികൾ ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ വികാരിച്ചൻ ഞങ്ങളെ ജോസഫ് പൊള്ളാട്ടൂർ എന്ന് വെച്ചാൽ
ഒരച്ഛനാണ്. ആ അച്ഛൻ പറയുന്നത് ശരി. അങ്ങനെ 1983 ഞങ്ങള് ഡ്രസ്സ് മാറി കാവ്യ വസ്ത്രധാരികളായി മാറി. സിസ്റ്റേഴ്സും കാവ്യ വസ്ത്രമായി അന്ന് ഒരു കുർബാനയൊക്കെ അർപ്പിച്ചു. അപ്പൊ എവിടെ താമസിക്കുമായിരുന്നു? അങ്ങനെ അങ്ങനെ ഇതെല്ലാം ഉടുപ്പെല്ലാം മാറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ഇവിടുന്ന് മറ്റു ഇടവകളിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ആദ്യം ചെട്ടിക്കാടിലാണ് ചെല്ലുന്നത്. അപ്പൊ ചെട്ടിക്കാടിലെ പള്ളിയിലെ അച്ഛൻ ഞങ്ങൾക്ക് താമസിക്കാനായിട്ടൊരു വീട് തന്നു. ആ വീട് വീടാന്തരം കയറി അച്ഛൻ പറഞ്ഞു ഞങ്ങളുടെ ഇടവകയിൽ കയറി നിങ്ങൾ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ വീടുകളിലും കയറി പ്രസംഗിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ എല്ലാ ആളുകളും ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് 10 രൂപ 5 രൂപയൊക്കെ തരുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളെ പള്ളുരുത്തി ഒരു ഇടവകയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു. അവിടെ പോയി വീടാന്തരം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ ബസ്സിൽ കയറി നിന്ന് പ്രസംഗിക്കും, ചങ്ങാടത്തിലേക്ക് നിന്ന് പ്രസംഗിക്കും. പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറെക്കുറെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഒരു 50 സെന്റ് ഭൂമി കച്ചവടം ചെയ്ത് 32,000 രൂപയ്ക്ക്. ഞങ്ങളുടെ ആകെ ഉള്ളത് 3,000 ചില്ലാൻ രൂപയാണ്. അങ്ങനെ ആ ഭൂമി ഞങ്ങൾ വാങ്ങിച്ച് അതിൽ ഒരു ചെറിയ വീട് വെച്ച് പകുതി എത്തിയപ്പോൾ വീട് പണി പൂർത്തിയാക്കാൻ പറ്റാതെയായി. അപ്പൊ അതിലുള്ള 3 സിസ്റ്റേഴ്സ് തിരിച്ചു പോയി. ബാക്കി 3 പേര് ഞാനുമായി. കെട്ടിടപ്പണി മുന്നോട്ട് പോകണില്ല. അപ്പോൾ എന്നോട് സിസ്റ്റേഴ്സ് ചോദിച്ചു, ജോയി വീട്ടിൽ ചെല്ലാൻ പറ്റൂല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വീട്ടുകാർ ചോദിക്കണം എന്തായാലും ആശ്രമം പണിയാൻ പോയിട്ട് ഇത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് നാളെ ജോയി ഞങ്ങൾക്ക് ശരിയായ ഉറപ്പ് തരണം. ഇത് ഭാവി എങ്ങോട്ട് പോകുമെന്നുള്ള എൻ്റെ ഒരു ഉറപ്പ് തരണം. ഞാൻ കുറേ ഇത്രയും സംഭവ വികാസങ്ങള് അങ്ങ് ഈ ഒരു മാനസാന്തരാനുഭവത്തിലേക്ക് വന്ന് കേവലം 3-4 വർഷങ്ങൾക്കുള്ളിലാണ് സംഭവിച്ചത്. ശരിക്കും ഫ്രാൻസിസ് അസീസിയും കൂട്ടുകാരും ഇറങ്ങി തിരിച്ചതുപോലെ തന്നെയുള്ള ഒരു അനുഭവമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ, ഈ കൊച്ചു കേരളത്തില് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവബഹുലമായ കഥയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാം. ഈ എപ്പിസോഡ്, നമ്മുടെ ആദ്യത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ജോയ് ബ്രദറിന്റെ ഈ അനുഭവങ്ങൾ വളരെ സംഭവ ബഹുലമാണ്. ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ ഇറ്റലിയിലോ അല്ല യൂറോപ്പിലോ മറ്റേതെങ്കിലും രാജ്യത്തോ ഒക്കെ ചില വിശുദ്ധരൊക്കെ ചെയ്തതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെയുള്ള ഒരു സംഭവം നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ ഈ തൃശ്ശൂര്, ഈ മാള പുത്തംവേലിക്കരയില് ഇങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം നമുക്കൊരു പക്ഷേ ഒരു പുതിയ അറിവായിരിക്കും. നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അടുത്ത ആഴ്ചയിൽ തുടർന്ന് നമുക്ക് കേൾക്കാം. അതുവരെ എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.